കുക്ക് ആൻഡ് ടേസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുരിങ്ങയ്ക്ക തോരൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. ഇന്നിവിടെ മുരിങ്ങയ്ക്കയുടെ കാമ്പ് ഉപയോഗിച്ച് ഒരു തോരൻ ഉണ്ടാക്കി നോക്കാം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ തുടങ്ങാം. ഇതിനാവശ്യം വേണ്ട സാധനങ്ങൾ മുരിങ്ങയ്ക്കയുടെ കാമ്പ്. അപ്പോൾ അതെങ്ങനെ എടുക്കാമെന്ന് കാണിച്ചു തരാം. അതിനായി നമ്മൾ ഒരു മുരിങ്ങയ്ക്ക എടുത്ത് മുറിച്ച് ഇതേപോലെ നാലായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് അകത്തെ ഈ കാമ്പ് മാത്രം ഇതേപോലെ ചീകിയെടുക്കുക. ആവശ്യത്തിനുള്ള നമ്മളിപ്പോൾ ചീകി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 6 മുരിങ്ങയ്ക്കയുടെ കാമ്പാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ ചിരകിയത് 1/4 കപ്പ്, പച്ചമുളക് ഒരെണ്ണം, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിക്കൊടുക്കാം. പിന്നെ വേണ്ടത് 3 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, എണ്ണ ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ ജീരകം, കുഞ്ഞുള്ളി അരിഞ്ഞത്. ഇവിടെ ഞാൻ 6 കുഞ്ഞുള്ളിയോളം എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില, കടുക്. ഇതിനായി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി ഇവ ചേർത്ത് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ഈ പരുവത്തിലൊന്ന് അരച്ചെടുത്താൽ മതിയാകും. ഫ്രൈയിങ് പാനിലോ ഉരുളിയിലോ ഇത് തയ്യാറാക്കാം. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വന്നിട്ട് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം മാത്രം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ചെറുതായി ഒന്ന് വഴന്നു വന്നതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ചേർക്കാം. ഉള്ളി ഇതുപോലെ ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം.
എല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം താളിച്ചു കൊടുക്കണം. വെള്ളം താളിച്ചതിന് ശേഷം ഒരടപ്പ് ഉപയോഗിച്ച് അടച്ചു വെക്കുക. പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ഇതേപോലെ വേവിക്കണം. അതിനിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം അടപ്പ് മാറ്റിയതിന് ശേഷം. ഇത് ഇത്തിരി കൂടി വേകാനുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെച്ചു. നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ടല്ലോ. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്ക കാമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്.